കൊച്ചി നഗരത്തിൽ മാലിന്യ ശേഖരണ തൊഴിലാളിക്ക് നേരെ യുവാവിന്റെ മർദ്ദനം. ഭക്ഷണമാലിന്യം ശേഖരിക്കുന്ന സിജോ വർഗീസിനെ ഭാര്യയുടെ മുന്നിലിട്ടാണ് മർദ്ദിച്ചത്. കലൂർ ഫ്രീഡം റോഡിൽ ചെട്ടിപ്പറമ്പ് ലൈനിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷാജഹാനാണ് മർദ്ദിച്ചത്. മാലിന്യം ശേഖരിച്ചതിന്റെ പണം ചോദിച്ചതിനിടെയാണ് സിജോയ്ക്ക് മർദ്ദനമേറ്റത്. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസിൽ സിജോയെ മർദ്ദിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തിട്ടില്ല. എറണാകുളം കലൂർ റോഡിൽ വർഷങ്ങളായിട്ട് മാലിന്യ ശേഖരണ തൊഴിലാളികളാണ് സിജോയും ഭാര്യയും. ഇക്കഴിഞ്ഞ ദിവസമാണ് അവിടെ മാലിന്യം ശേഖരിച്ചതിൻ്റെ പൈസ ചോദിക്കാൻ ചെല്ലുന്നതിനിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഷാജഹാൻ എന്ന യുവാവ് സിജോയെ മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയത് ഭാര്യയാണ്. സിജോ അന്ന് എന്താ ഉണ്ടായത്? ഞങ്ങൾ 2-3 മാസങ്ങളായിട്ട് അവർ പെൻഡിങ്ങാണ് പൈസ പറയുന്നത്. അപ്പോൾ ഈ തവണ നമ്മൾ വാടകയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പല പ്രാവശ്യം നടത്തിക്കരുത്, നമുക്കൊരു രണ്ടാമത്തെ പ്രാവശ്യമെങ്കിലും ശനിയാഴ്ച നമ്മൾ പൈസ ചോദിച്ചിട്ട് വന്നു, തിങ്കളാഴ്ചക്കും നമുക്ക് പൈസ താ എന്നൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വൈഫായിട്ട് പിന്നെ സംസാരം ഉണ്ടായി. എൻ്റെ മുകളിൽ വാടകയ്ക്ക് നമുക്ക് വ്യക്തി താഴത്തേക്ക് വന്നത്. താഴത്തെ ചേട്ടൻ കാര്യം പറയാണ്ടെന്നായി. ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വേറെ ഒരു കുട്ടികളും നമ്മൾ പറഞ്ഞിട്ടില്ല. മാസം തരുന്ന പൈസ കറക്റ്റ് 1-2 പ്രാവശ്യം നമുക്ക് തരിക പൈസ 200 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുക്കണമെന്ന് സംസാരിച്ചത്. ഒരു കാര്യമില്ലാണ്ട് പിടിച്ച് പുറകെ തള്ളി വിടും, തല്ലുവാണ് ഉണ്ടായത്. ഭാര്യ തുടക്കത്തിൽ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ തട്ടി ഫോൺ കളയുകയും ചെയ്തു. നല്ല അടി കൊടുത്തുണ്ട്. പക്ഷേ കിട്ടിയത് കുറച്ച് പാവങ്ങളാണ്. എന്താണെന്നറിയോ, ഞാൻ വീഡിയോ എടുക്കലും ഈ കയ്യിലേക്ക് തട്ടി ഫോൺ തെറിച്ചു പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് എടുക്കാൻ പറ്റില്ല. കുറേ ഇടി ഇടിച്ചു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പോലീസിൽ പരാതി കൊടുത്തു. ഇന്നലെ വൈകുന്നേരം പരാതി കൊടുത്താണ്. പുള്ളിക്കാരൻ ഒളിവിൽ പോയിക്കാന്നാണ് പറയണത്. അപ്പോൾ അവർ പറയണത് ഇപ്പം ഇന്നലെ വൈകുന്നേരം വേറൊരു വ്യക്തി വരെയും വിളിച്ചിട്ട് ഞങ്ങളോട് നിങ്ങൾ അവരുടെ വീട്ടിലാണ് ചെന്നേക്കണത്, നിങ്ങൾ അതിക്രമിച്ച് കയറുന്നുള്ള ജില്ലാണ് അവർ ഇന്നലെ രാത്രിയൊക്കെ പിടിച്ച് ഭീഷണിപ്പെടുത്തു വന്നു. നമ്മളിപ്പം കൗൺസിലർ കൂടി ചേരുന്നുണ്ട്. കൗൺസിലർ എന്താണ് സംഭവം? ശരിക്കും വേസ്റ്റ് എടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ 200 രൂപ കൊടുക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് കാണിക്കേണ്ട കാര്യമില്ല. അവർ നമ്മൾ പോലും ആ ഒരു വേസ്റ്റിൽ തൊടൂല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എടുത്ത് കൊണ്ടുകൊണ്ട് പോകണം. ഈ പോലീസ് ഇപ്പോൾ ഇതിനകത്ത് കേസെടുക്കാത്തൊരു സമീപനമാണല്ലോ വെച്ചിരിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ താഴെയുള്ള സ്ത്രീ ഞങ്ങൾ ഒറ്റക്കുള്ളപ്പോൾ കയറി ചെന്ന് ഇവർ അതിക്രമിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരു കേസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് പരാതി കൂടി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു കള്ളക്കേസുമായിട്ട് ഒരു ലെറ്ററുമായിട്ട് ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഡിവിഷനിൽ ഒരു പരാതിയില്ലാതെ എല്ലാ ആളുകൾക്കും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ഫാമിലിയാണ്. അയാൾക്കൊരു ചെറിയൊരു കൊച്ചുകൂടി ഉണ്ട്, ഒരു പെൺകുട്ടി കൂടി. അദ്ദേഹം ആ കൊച്ചായിട്ടാണ് വെളുപ്പിന് 4 മണിക്ക് വരുന്നത്. നമ്മൾ ഇയാളെ മാത്രം കേൾക്കാൻ പാടില്ലല്ലോ. ഞാൻ നേരെ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മകളും ഉമ്മയുണ്ട്. ഞാൻ അവരോട് ചോദിച്ചത് ഈ സിജോയുടെ ഭാഗത്തുനിന്നോ അവരുടെ ഭാര്യയുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും രീതിയിലുള്ള മോശം വർത്തമാനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ, ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായോ? അപ്പം എൻ്റെ അടുത്ത് അവർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത് മോനെ നോണ പറയാൻ പാടില്ലല്ലോ, അവർ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ അദ്ദേഹത്തെ മർദ്ദിച്ചത്? അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത് മോനെ ആ മേളിലുള്ള ചെക്കനാണ്, അയാൾ ഇറങ്ങി വന്നാളെ പിടിച്ചിട്ട് കിട്ടണ്ടേ എന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. എന്ത് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്, നമ്മൾ ആ വീഡിയോ കണ്ടാൽ അറിയാം എന്ത് ക്രൂരമായിട്ടാണ് അവരെ മർദ്ദിക്കുന്നത്. അത് അയാളുടെ ഭാര്യയുടെ മുമ്പിലിട്ടാണ് മർദ്ദിക്കുന്നത്. ഇവരുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. അവർ പറയുന്നത് നിലവിൽ ഇപ്പോൾ പ്രതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇന്നലെ മുതൽ സ്വിച്ച് ഓഫാണ്. പ്രതിയുടെ സഹോദരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളുടെ ഫോണിലേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളെ വിളിച്ച് കിട്ടുന്നില്ല എന്നാണ് നിലവിൽ ഇപ്പം പറഞ്ഞ് ഞങ്ങളവിടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്നറിയില്ല. എന്താണെങ്കിലും ശരിയാണ്, ഈ ഇദ്ദേഹത്തിന് നീതി കിട്ടുന്നവരെ ഞങ്ങൾ ഏറ്റവും അവസാനം വരെ ഞങ്ങൾ അയാളുടെ കൂടെ ഇവൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും. എന്തായാലും ഹരിതകർമ്മ തൊഴിലാളിയാണ്, മാലിന്യം ശേഖരിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. പോലീസ് കൃത്യമായ രീതിയിൽ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകണം. ബിനു പാവമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.